ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് AKG സെന്ററിന്റെ മുന്നിലാണ്, പുതിയ AKG സെന്ററിന്റെ മുന്നിലാണ്. ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറേ നാളത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രകടമായി ഉണ്ടായ ഒരു മാറ്റം കേരളത്തിൽ പാർട്ടി ഗ്രാമങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. പാർട്ടി ഗ്രാമം എന്ന് പറയുന്നത് കേരളം തന്നെ ഒരു ഗ്രാമമല്ല. ഇപ്പോൾ നമുക്കറിയാം, കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സെമി അർബൻ എന്ന് പറയാവുന്ന ഒരു പ്രദേശമാണ്. ഗ്രാമീണ പ്രദേശങ്ങളില്ല, പക്ഷെ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു അടുത്തിടെ വരെ. പാർട്ടി ഗ്രാമങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒരു സ്വാശ്രയത്വം, ആ ഗ്രാമങ്ങളിലുള്ളവരെ എല്ലാവരെയും സഹായിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും കൂടെ നിർത്തുന്ന, എല്ലാവർക്കും സഹായങ്ങൾ നൽകുന്ന ഒരു സ്വാശ്രയത്വ സമീപനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ആദ്യകാലത്തൊക്കെ തന്നെ അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ പാർട്ടി ഗ്രാമത്തിൽ ഒരാൾ അവരുടെ ആശയങ്ങളിൽ നിന്നോ പാർട്ടിയിൽ നിന്നോ പാർട്ടിയുടെ വഴികളിൽ നിന്നോ മാറിപ്പോകാറില്ല. എന്തുകൊണ്ടെന്നാൽ അത് ആശയങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്, പാർട്ടിയെ നിലനിർത്തുക, പാർട്ടി ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുക. അത് എല്ലാ സമൂഹത്തിലും എല്ലാവർക്കും വേണ്ടി പാർട്ടി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയും തൊഴിലാളി വർഗത്തിന് വേണ്ടിയും മറ്റുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയും അധസ്ഥർക്ക് വേണ്ടിയും എല്ലാം പാർട്ടി നിലകൊള്ളുക എന്നുള്ള ഒരു വിശാലമായ സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സമീപനമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി ഗ്രാമങ്ങൾ ഇല്ലാതായി എന്നുള്ളതാണ്. ഇപ്പം നോക്കൂ, റിസൾട്ട് വന്നത് നോക്കാം. റിസൾട്ട് വരുമ്പോൾ കണ്ണൂര് പാർട്ടി ഗ്രാമങ്ങളിൽ 2-3 പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നു. പാർട്ടി ഗ്രാമങ്ങൾ അനവധിയുണ്ട്, 1-2 ഞാൻ പല പാർട്ടി ഗ്രാമങ്ങളിലും പോയിട്ടുള്ളതാണ്. കോറം പോലുള്ള പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടെ കണ്ണൂരിലെ പല സ്ഥലത്തും പോയിട്ടുള്ളതാണ്. അവിടങ്ങളിലെല്ലാം കണ്ട പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പണ്ട് കണ്ണൂർ കുറേ നാൾ ജോലി ചെയ്യുന്നപ്പോഴത്തേക്ക് തന്നെ പല പാർട്ടി ഗ്രാമങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ പാർട്ടി ഗ്രാമങ്ങൾ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ പാർട്ടി ഗ്രാമങ്ങളുടെ പ്രത്യേകതകൾ. ഇപ്പോൾ പാർട്ടി ഗ്രാമങ്ങൾ ഇല്ലാതാവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2-3 മണ്ഡലങ്ങളിലെ കനത്ത പരാജയം. പയ്യന്നൂരെടുക്കാം. പയ്യന്നൂർ നിറയെ പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. തളിപ്പറമ്പ് നിറയെ പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. ഈ 2 സ്ഥലത്തും പാർട്ടി അമ്പെ പരാജയപ്പെട്ടു. പാർട്ടിയുടെ വിമതന്മാരാണ് ജയിച്ചത്, പാർട്ടിയിൽ നിന്ന് മാറി നിന്നവരാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ പാർട്ടിയിൽ നിന്ന് മാറിയെങ്കിലും അവർ പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ നിന്ന് മാറിയവരല്ല. അവർ ജനകീയരാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അവർ പാർട്ടിയുടെ ആദർശങ്ങളെ ഇന്നും വെടിഞ്ഞിട്ടില്ല. ആശയപരമായ വ്യത്യാസം കൊണ്ട് മാത്രമല്ല അവർ പോയത്. പാർട്ടിയിലുണ്ടായ ചില വ്യതിചലനങ്ങളെ എല്ലാം തന്നെ സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ട് അത് ഇനി പാർട്ടിക്ക് മുന്നോട്ടുള്ള പോക്കിന് അത് തടസ്സമാണെന്ന് മനസ്സിലാക്കിയിട്ട് വിശാലമായ പാർട്ടി താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് മാറിയവരാണ്. PK ഗോവിന്ദന്റെ കാര്യം നമുക്കറിയാം, P കുഞ്ഞികൃഷ്ണന്റെ കാര്യം അറിയാം. അവരെല്ലാം പാർട്ടി വിട്ടുപോകേണ്ടി വന്ന ദയനീയമായ ഒരു സ്ഥിതിയുണ്ട്. ആ സ്ഥിതി എന്ന് പറയുന്നത് അവരുടെ ഒരു പാർലമെന്ററി വ്യാമോഹമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ കഴിയുന്ന ചില സ്ഥാനാർത്ഥികൾ ഉണ്ടാവാം മറ്റു സ്ഥലങ്ങളിലും. പക്ഷേ ഈ 2 പേരെ സംബന്ധിച്ചും അങ്ങനെയുള്ള കാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ തീരെ തടഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു കൺസർവേഷൻ നൽകേണ്ടാത്ത, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഭാര്യയെന്നും സഹോദരനെന്നും മരുമകളെന്നും ഒക്കെയുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിലെ പ്രധാന സ്ഥാനങ്ങൾ നൽകുകയും അവരെല്ലാം കാറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമീപനത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ് അവർ നടത്തിയത്. ആ പോരാട്ടത്തിന്റെ ഫലം വിജയം കണ്ടെന്നുള്ളതാണ്. ആ വിജയം കേരളത്തിൽ പാർട്ടി ഗ്രാമങ്ങൾ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ, ഒരു പോസിറ്റീവായി നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകേണ്ടതല്ല വാസ്തവത്തിൽ. പക്ഷെ അത് ആരുടെ കുഴപ്പമാണ്? പാർട്ടിയിലെ പ്രമുഖ സ്ഥാനങ്ങളിലിരിക്കുന്ന, പാർട്ടിയുടെ അമരത്തിരിക്കുന്ന ആളുകളെയും, അല്ലെങ്കിൽ പാർട്ടിയെ കൈവശം വെച്ചിരിക്കുന്ന, പാർട്ടിയെ കക്ഷത്ത് വെച്ചിരിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് പേരുടെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായതാണെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങളിലെ തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞ് പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും അത് പരിഹരിക്കാനും അത് കറക്റ്റ് ചെയ്യാനും തിരുത്താനും ഒക്കെയുള്ള സമീപനം പാർട്ടി ചെയ്തില്ലെങ്കിൽ വളരെ ദയനീയമായ അവസ്ഥയായിരിക്കും പാർട്ടിക്കുണ്ടാവുക എന്ന് പാർട്ടിയോടൊക്കെ ആഭിമുഖ്യവും പാർട്ടിയോട് ഇഷ്ടമൊക്കെ ഉള്ള ആളുകൾ നിരവധിയുണ്ട് ഈ നാട്ടിൽ. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്.